അർജുന! ശേഷം അർജുനന്റെയും ദ്രൗപദിയുടെയും സ്വയംവരത്തിനു വേണ്ടിയുള്ള ആചാരക്രിയകൾ നടക്കുവാൻ തുടങ്ങി. അവിടെ ആകെ ആഘോഷത്തിന്റെ ചിറകുകൾ വീശുവാൻ തുടങ്ങി. അല്പസമയത്തിനകം അവിടെയുള്ള ഓരോ വ്യക്തികളെയും സാക്ഷിയാക്കി ദ്രൗപദി ആ പൂമാല തന്റെ പ്രിയകുമാരനെ ചാർത്തി. പെട്ടെന്നാണ് അർജുനൻ ആ ആൾക്കൂട്ടത്തിനിടയിൽ ഒരു അതിഥിയെ കണ്ടത്. അദ്ദേഹത്തെ കണ്ടതും അർജുനന്റെ മുഖം സന്തോഷത്തിൽ ജ്വലിക്കുവാൻ തുടങ്ങി. ദ്വാരകയിലെ രാജാവായിരുന്നു ആ അതിഥി, തന്റെ പ്രിയ സുഹൃത്ത്. ഹസ്തിനപുരത്തിലാകെ ആ കല്യാണ വാർത്ത പടർന്നു. അതിലുപരി അവരെയെല്ലാം ഞെട്ടിച്ചത് മറ്റൊരു വാർത്തയാണ്. പാണ്ഡവരുടെ കൊട്ടാരത്തിന് തീവെച്ച കഥ അവരെ രോഷാകുലരാക്കി. ദുര്യോധനനും ശകുനിയും കർണനുമാണ് ഇതെല്ലാം ചെയ്തതെങ്കിൽ ഹസ്തിനപുരത്ത് മറ്റൊരാളുടെ പേരായിരുന്നു വന്നു ചേർന്നത്, ധൃതരാഷ്ട്രർ. തന്റെ സഹോദരന്മാരുടെ പുത്രന്മാരെ പോലും കൊല്ലാൻ ശ്രമിച്ച ധൃതരാഷ്ട്രരുടെ രാജഭരണത്തോടുള്ള വിശ്വാസം ജനങ്ങളിൽ നിന്നും വേർവിട്ടുപോയി. അല്പസമയത്തിനു ശേഷം ഈ ഒരു വാർത്ത കേട്ട് ഭീഷ്മ ധൃതരാഷ്ട്രരെ കാണുവാൻ ചെന്നു. അവരോട് പോകുവാൻ പറഞ്ഞത് ഞാൻ തന്നെയാണ്. എന്റെ സഹോദരന്റെ ശാന്തിക്ക് വേണ്ടിയാണ് ഞാൻ അവരെ നിർബന്ധിച്ചത്. പക്ഷെ എന്റെ അറിവോടുകൂടി അല്ല അതെല്ലാം ചെയ്തത്. നിന്നിലെ സത്യം നിന്നിൽ മാത്രമാണുള്ളത്, അത് മറ്റുള്ളവർക്ക് തോന്നണമെന്നില്ല. ഇതെല്ലാം ചെയ്തത് ആരാണെന്നത് നമുക്കറിയണമെന്നില്ല. പക്ഷെ അറിയാതെ ചെയ്ത ഈ തെറ്റിന് ഞാനൊരു പരിഹാരം പറയാം.